ഭൂമിയുടെ രഹസ്യം, ഭൂമിയിൽ വേറെ ഭൂമി, വേറെ മനുഷ്യരും. ഹെഡിങ് കേൾക്കുമ്പോൾ എന്താണെന്ന് പലരും വിചാരിക്കാം. തീർച്ചയായിട്ടും ഈ വീഡിയോ കഴിയുമ്പോൾ കാര്യങ്ങൾ വ്യക്തമാകും. ഇതൊരു വസ്തുതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പക്ഷെ മിക്കവർക്കും ഇത് അംഗീകരിക്കാൻ കഴിയണമെന്നില്ല. അവരൊരു കൗതുക വാർത്ത കേൾക്കുന്നത് പോലെ ഇത് കേട്ടാൽ മതി. നമ്മുടെ ഭൂമിയിലേക്ക് വരാം. നമ്മുടെ ഭൂമിയിൽ ഏഷ്യൻ വൻകരയുണ്ട്. നമ്മളെ ഇപ്പോൾ പഠിപ്പിക്കപ്പെടുന്ന നമുക്കറിയുന്ന വൻകരകൾ. നമ്മുടെ ഭൂമി എന്ന് പറഞ്ഞാൽ ഏഷ്യൻ വൻകര, യൂറോപ്പ്, 2 അമേരിക്കൻ വൻകര, 2 ആഫ്രിക്കൻ വൻകര, ഇതൊക്കെ അടങ്ങിയതാണ്. ഓസ്ട്രേലിയ ഉണ്ട്, ന്യൂസിലാൻഡ് ഉണ്ട്, അതുപോലെ പല പല കൊച്ചു കൊച്ചു ദ്വീപുകളുണ്ട്. ഇതടങ്ങിയതാണ് ഭൂമി. അന്റാർട്ടിക്ക ഉണ്ട്, ആർട്ടിക് ഉണ്ട് എന്ന് നമ്മൾ പഠിപ്പിക്കപ്പെടുന്നു, പറയുന്നു. ഈ ഭൂമിയെ പറ്റി മുഴുവനായിട്ട് നമുക്കറിയുമോ? നമുക്കറിയാം, ആമസോൺ കാടുകളെ പറ്റി തന്നെ മനുഷ്യന് ഇനിയും എത്രയോ പഠിക്കാനുണ്ട്. ഭൂമിയുടെ 3/4 ഭാഗവും കടലാണെന്ന് പറയുന്നു. കടലിനെ പറ്റി തന്നെ എത്രയോ ശതമാനം, വളരെ കൂടുതൽ ശതമാനം കടലിനെ പറ്റി പഠിക്കാനുണ്ട്. പല ദ്വീപുകളെ പറ്റിയും ഒന്നും നമുക്കറിയില്ല. ഈ മനുഷ്യനാണ് ചന്ദ്രനിൽ പോയി താമസിക്കാനും ചൊവ്വയിൽ പോയിട്ട് താമസിക്കാനും ഒക്കെ പോകുന്നത് എന്ന് ഓർക്കുക. പക്ഷെ ഈ ഭൂമിയിൽ തന്നെ ഇഷ്ടം പോലെ നമ്മൾ അറിയാനും പഠിക്കാനും ഉണ്ട് എന്നുള്ളതാണ്. ധാരാളം ജീവജാലങ്ങളെ പറ്റി നമുക്ക് ഇപ്പോഴും അജ്ഞതയുണ്ടാകും. ഇപ്പൊ ഞാൻ പറഞ്ഞ വൻകരയിലുള്ള ഇത് തന്നെ, അതാണ് ആമസോൺ ഉദാഹരണമായി എടുത്തത്. അപ്പോൾ ഇവിടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയുന്ന ഈ ഭൂമിയെ പറ്റി തന്നെ നമ്മൾ അജ്ഞരാണ് എന്നുള്ളത്. ഇനി എന്നാണ് ഈ ഭൂമിയെ തന്നെ നമ്മൾ ഇപ്പോൾ പറഞ്ഞ സ്ഥലങ്ങൾ തന്നെ നമ്മൾ അറിഞ്ഞത്, കണ്ടുപിടിച്ചത് എന്ന് തന്നെ പറയുന്നുണ്ട്. വളരെ കുറഞ്ഞ ചരിത്രത്തിൽ പിറകിലോട്ട് പോയാലാണ് അമേരിക്ക കണ്ടെത്തിയത്. അതായത് അമേരിക്ക ഇപ്പുറത്തുള്ള വൻകരയിലുള്ള നമ്മളൊക്കെ അമേരിക്കയെ പറ്റി അറിയുന്നത്. ഇപ്പൊ എല്ലാവരും പറയുന്നത് ഇതിനപ്പുറം വൻകരകളൊന്നും ഇല്ല എന്നാണ്. ഇതിനപ്പുറം വൻകരകൾ ഉണ്ട് എന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ പറയും, ഇത്ര കാലം വികസിച്ചു, ആധുനിക കാലമായി, ഇവിടെ ഗൂഗിൾ മാപ്പ് ഉണ്ട്, മറ്റുള്ള എല്ലാം ഉണ്ട്, എന്നിട്ട് വേറെ വൻകരകൾ ഇല്ല എന്നാണോ പറയുന്നത്? അതുണ്ടെങ്കിൽ മനുഷ്യനെ അറിയില്ലേ? നിങ്ങൾ ആദ്യമായിട്ട് ഓർക്കേണ്ടത് ഇതൊക്കെ പറഞ്ഞത് അതുകൊണ്ടാണ്. അതായത് നമ്മൾ ഈ ഭൂമിയെ പറ്റി തന്നെ, ഈ പറഞ്ഞ ഭൂമിയെ പറ്റി തന്നെ ഇഷ്ടം പോലെ പഠിക്കാനും അറിയാനും ഉണ്ട് എന്നുള്ള വസ്തുത മനസ്സിലാക്കുക. അതുപോലെ അമേരിക്കൻ വൻകര വരെ നമ്മൾ ഈ അടുത്താണ് കണ്ടത് എന്നുള്ള വസ്തുത മനസ്സിലാക്കുക. തീർച്ചയായിട്ടും ഗൂഗിൾ മാപ്പിലും നമ്മളെ പഠിപ്പിക്കുന്നതിലും നമ്മുടെ മാപ്പായി ഗ്ലോബിലും ഒന്നുമില്ലാത്ത സ്ഥലങ്ങളും വൻകരകൾ തീർച്ചയായിട്ടും ഉണ്ടായേക്കാം എന്ന ഒരു വസ്തുതയിലേക്കാണ് നമ്മൾ സൂചന നൽകുന്നത്. ഒരു പോയിന്റ്, ഈ ലോകത്ത് നിങ്ങളെ എല്ലാ സത്യങ്ങളും പഠിപ്പിക്കും എന്ന് നിങ്ങൾ വിചാരിച്ചാൽ അതൊരു മണ്ടത്തരമാണ്. എല്ലാ കാര്യത്തിലും മായം ചേർന്നിട്ടുള്ള അറിവാകും നിങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളത് നിങ്ങൾ ഓർക്കേണ്ടതാണ്. അതായത് യഥാർത്ഥ ഇൻഫർമേഷൻ നമ്മൾ ഇരിക്കുന്ന ഭൂമിയെ പറ്റി വരെ നമുക്ക് നൽകുന്നില്ല എന്നുള്ളതാണ്. അറിയുന്നത് തന്നെ, അറിയാത്താണ് കൂടുതൽ, അറിയുന്ന സത്യങ്ങൾ തന്നെ മറച്ചു വെക്കുന്നുണ്ട് എന്നുള്ളത് നിരീക്ഷിച്ചാൽ തീർച്ചയായിട്ടും മനസ്സിലാവും. ഇനി നമുക്ക് ഭൂമിയെ പറ്റിയുള്ള പല പല ഇതും നോക്കാം. ഇവിടെ തീർച്ചയായിട്ടും ഫ്ലാറ്റ് എർത്ത് തിയറി ഉണ്ട്. ഫ്ലാറ്റ് എർത്ത് തിയറിയിൽ പ്രധാനമായിട്ട് പറയുന്നത് ഒരു ഡോം ഉണ്ടെന്നാണ്. അതായത് ഒരു ചിരട്ട ഇങ്ങനെ വെച്ചാൽ പോലെ ഭൂമി ഒരു വൃത്തത്തിൽ, അതിന് മുകളിൽ ഒരു ഡോം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പ്രാഥമികമായിട്ടുള്ള ഫ്ലാറ്റ് എർത്ത് തിയറിയിൽ തീർച്ചയായിട്ടും ഭൂമിയുടെ ആദ്യത്തെ ഡോമിന്റെ ഉള്ളിലുള്ളത് തീർച്ചയായിട്ടും ആഫ്രിക്ക. നേരത്തെ നമ്മൾ പറഞ്ഞ ഗ്ലോബ് തിയറി പറയുന്നത് പോലെ തന്നെയുള്ള വൻകരകൾ മാത്രമാണ്. അപ്പൊ അതിനപ്പുറമുള്ള വൻകരകൾ ഉണ്ട് എന്നുള്ളത് പറയുന്നില്ല. ഇനി വേറെ ഒരു തിയറി ഉണ്ട്. അതായത് ചന്ദ്രൻ ഭൂമിയുടെ പ്രതിബിംബമാണ്. അപ്പൊ തീർച്ചയായിട്ടും ചന്ദ്രനിൽ കാണുന്നത് ഭൂമിയുടെ മാപ്പാണ്. അതായത് ആരൊക്കെ മറിച്ചു വെച്ചാൽ ഭൂമിയുടെ യഥാർത്ഥ മാപ്പ് ചന്ദ്രൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ഞാൻ പറയുന്നതല്ല, ഇങ്ങനെയുള്ള തിയറിയൊക്കെ ലോകത്തുണ്ട്. ചന്ദ്രൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് പ്രകാരം തീർച്ചയായിട്ടും നമ്മൾ ഈ പറയുന്ന വൻകരകളല്ലാത്ത ഇഷ്ടംപോലെ വൻകരകൾ ഉണ്ട് എന്നുള്ളതാണ്. അതൊക്കെ നമുക്ക് വിടാം, ഈ തിയറികളൊക്കെ വിടാം. ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്നുള്ളതൊക്കെ വിടാം. ഭൂമി ഒരു ആത്മനിർമ്മിതിയാണോ? നമ്മൾ കേവല ശരീരമല്ലെങ്കിൽ ഭൂമിയും കേവല ഫിസിക്കൽ ആകില്ലല്ലോ. ഭൂമി ഒരു ആത്മനിർമ്മിതിയല്ലേ? അതും വിടാം. നമുക്ക് തീർച്ചയായിട്ടും നേരെ വിഷയത്തിലേക്ക് തന്നെ ഡയറക്റ്റ് ആയിട്ട് വരാം. അതായത് നിങ്ങളൊരു സത്യം മനസ്സിലാക്കുക. ഇതൊരു വസ്തുതയാണ് പറയുന്നത്. അംഗീകരിക്കേണ്ടവർ അംഗീകരിക്കാം, അല്ലാത്തവർക്ക് തള്ളിക്കളയാം. അതായത് ഇത് എന്റെ അഭിപ്രായമൊന്നുമല്ല, മഹത്തുക്കളുടെയും ഹസ്രത്ത് കൽക്കിയിലേക്കും മഹദിയിലേക്കും ഒക്കെ ചെന്ന് നിൽക്കുന്ന അഭിപ്രായം തന്നെയാണ്. അതായത് ഭൂമിയുടെ ഇന്ന് നമ്മൾ പഠിപ്പിക്കപ്പെടുന്ന ഭൂമിയെക്കാളും കൂടുതൽ ഭൂമി ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ തന്നെ, ഈ ഭൂമിയിൽ തന്നെ നേരിട്ട് സഞ്ചരിച്ചാൽ എത്താവുന്ന ഇടത്ത് തന്നെ നമ്മൾ പഠിപ്പിക്കപ്പെടാത്ത ഇഷ്ടം പോലെ വൻകരകളുണ്ട്. അത് നമ്മൾ ഇപ്പോൾ പഠിപ്പിക്കപ്പെടുന്ന, നേരത്തെ നമ്മൾ മുന്നേ പറഞ്ഞ ഇപ്പോൾ പഠിപ്പിക്കപ്പെടുന്ന വൻകരകളെക്കാളും കൂടുതലാണ്. അതിനേക്കാളും കൂടുതൽ സ്ഥലം ഭൂമിയിലുണ്ട്, നമുക്ക് അജ്ഞാതമാണ്, നമ്മളെ പഠിപ്പിക്കപ്പെടുന്നില്ല എന്നുള്ള വസ്തുത നിങ്ങൾ അറിയും. അമേരിക്കയിലെ ഒരു പരിവേഷകൻ അന്റാർട്ടിക്കയിൽ നടത്തിയ ഒരു യാത്രയിൽ, അവിടെ ഗവേഷണം നടത്താൻ അവരുടെ ടീം പോയപ്പോൾ അന്നേരം നടത്തിയ ഒരു യാത്രയിൽ അവരുടെ വിമാനം വേറൊരു ദിശയിലേക്ക് സഞ്ചരിക്കുകയും അന്റാർട്ടിക്കക്ക് അപ്പുറമുള്ള വേറൊരു ഭൂമിയിലേക്ക് എത്തപ്പെടുകയും പ്രത്യേക ജീവജാലങ്ങളെ കാണുകയും അവരുടെ ഗുരുവിലേക്ക്, അവരുടെ നേതാവിലേക്ക്, ക്യാപ്റ്റനെയും വേറുള്ളവരെയും കൊണ്ടുപോവുകയും അവർ സംസാരിക്കുകയും ചെയ്തൊക്കെ കഥ അല്ലാതെ നടന്ന സംഭവമാണ്. അദ്ദേഹത്തിന്റെ ഡയറിയിൽ എഴുതിയതാണ്. അത് കുറച്ച് ചേർത്താണ് എഴുതുന്നത്, സത്യം പറയാൻ അനുവാദമില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ അത് വളരെ വ്യക്തമായിട്ടുള്ള നടന്ന ഒരു സംഭവമാണ്.
ഇനി നമുക്ക് നോക്കാം ഈ ഭൂമിയിൽ തന്നെ, അതായത് ഈ ഭൂമി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് പഠിപ്പിക്കപ്പെടുന്ന വൻകരകളുള്ള ഭൂമിയിൽ തന്നെ തീർച്ചയായിട്ടും സീക്രട്ട് ഇടങ്ങളൊക്കെ ഉണ്ട്. ഹിമാലയത്തിൽ തീർച്ചയായിട്ടും യോഗി വര്യന്മാർ താമസിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അതുപോലെ ഹിമാലയത്തിൽ മാത്രമല്ല, പലരും ഹിമാലയത്തിൽ മാത്രമാണെന്ന് വിചാരിക്കും, ലോകത്തിന്റെ പല ഭാഗത്തും സൂഫിയാക്കളൊക്കെ താമസിക്കുന്ന സീക്രട്ട് ഏരിയകളുണ്ട് ഈ വൻകരകളിൽ ഉള്ള ഭൂമിയിൽ തന്നെ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ പല ജീവികളും നമുക്കറിയാത്ത, മൃഗങ്ങൾ എന്ന കളത്തിലൊന്നും പെടുത്താത്ത മനുഷ്യനോട് ഇതുള്ള പല ജീവികളും ഉണ്ട് ഈ വൻകരയിൽ തന്നെ എന്ന് നമുക്ക് യതിയുടെ കഥ എടുത്താൽ കിട്ടും. അതൊരു കഥയല്ല, ഇന്ത്യയുടെ മിലിറ്ററി വരെ യതിയെ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. അപ്പം യതിയെപ്പറ്റി, ഹിമാലയത്തിലുള്ള യതിയെപ്പറ്റി നമുക്കറിയാം. അപ്പൊ ഇനി നമ്മൾ പറയുന്നത് നമുക്ക് അറിയാത്ത, നമ്മളിൽ നിന്ന് മറയ്ക്കപ്പെട്ട പലരും രഹസ്യമായിട്ട് വെച്ചിട്ടുള്ള, ഇനി അവിടേക്ക് പോയിക്കൂടെ എന്നൊക്കെ ചോദിച്ചാൽ ഒരു ലോജിക്കായിട്ടുള്ള കാര്യം പറയാം. നമ്മൾ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോകണം, വെറുതെ ഒരാൾ വിമാനം എടുത്ത് പോയാൽ പോകാൻ കഴിയും. രാജ്യങ്ങൾ തമ്മിൽ അതിർത്തി ഉണ്ട്, ഇതുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അവിടുന്ന് വെടിവെച്ചിടും. അതേപോലെ തന്നെ അങ്ങോട്ട് പെർമിഷൻ ഉണ്ടാവില്ല. തീർച്ചയായിട്ടും അവിടെയും മനുഷ്യരുണ്ട് എന്നുള്ളതാണ് നമ്മുടെ വീഡിയോ. നമ്മളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള മനുഷ്യരായിരിക്കാം, പക്ഷെ മനുഷ്യർ തന്നെ, യതിയൊന്നല്ല നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ വേറെ ജീവജാലങ്ങളല്ല, മനുഷ്യർ തന്നെ അവിടെയൊക്കെ ഉണ്ട്. ഇവിടെ നമുക്കറിയാം കുരുട്ടുബുദ്ധികളായ മനുഷ്യരുണ്ട്, നല്ല മനുഷ്യന്മാരുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ അമേരിക്കയിൽ ആ പരിവേഷകൻ എത്തിപ്പെടുന്നത് നല്ലൊരു സ്ഥലത്താണ്. അതുകൊണ്ടാണ് അവിടെ ഉന്നതമായിട്ടുള്ള യോഗി വര്യന്മാരായിട്ടുള്ള ഒരു മനുഷ്യനെയാണ് അവർ കാണുന്നത് അവരുടെ ക്യാപ്റ്റനായിട്ട്. അപ്പോൾ നല്ല മനുഷ്യന്മാർ, നമ്മൾ പറഞ്ഞു ഈ വൻകരയിൽ തന്നെ, നമുക്ക് അറിയുന്ന വൻകരയിൽ തന്നെ സൂഫിയാക്കളും സിദ്ധയോഗികളൊക്കെ താമസിക്കുന്ന സ്ഥലമുണ്ട് എന്ന് പറഞ്ഞതുപോലെ നമുക്ക് കാണിക്കപ്പെടാത്തതാണ് ഈ ഭൂമിയിൽ കുറേ ഉള്ളത്. ഈ ഭൂമിയുടെ കഥ തന്നെയാണ് നമ്മൾ പറയുന്നത്. ആ വൻകരകളിലൊക്കെ തീർച്ചയായിട്ടും ഉന്നതരായിട്ടുള്ള ടെക്നോളജിയുള്ള വികാസം പ്രാപിച്ച തലമുറയുണ്ട്, അതായത് സിവിലൈസേഷൻ ഉണ്ട് എന്നുള്ളതാണ്. അവർക്ക് ആത്മീയമായിട്ട് ഉന്നതിയിൽ എത്തിയിട്ടുള്ള ആളുകളുണ്ട്. അതുകൂടാതെ കുരുട്ടുബുദ്ധികളും അക്രമികളായ ജനങ്ങളും ഉള്ള വൻകരകളും ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഇപ്പൊ യതിയെ പോലെയുള്ള ജീവികൾ, മറ്റു മൃഗങ്ങൾ ഇവിടെ ഇല്ലാത്ത ഇഷ്ടംപോലെ മറ്റു ജീവജാലങ്ങൾ ഉണ്ടായിരിക്കാം. അതുകൂടാതെ മനുഷ്യരും അല്ലാത്ത യതിയെ പോലെയുള്ള, മനുഷ്യരെ പോലെ ഉള്ള ജീവികളും അവിടെ ഉണ്ടായിരിക്കാം. അതുപോലെ ഒഴിഞ്ഞു കിടക്കുന്ന, മനുഷ്യരൊന്നും ഇല്ലാത്ത ഒഴിഞ്ഞു കിടക്കുന്ന മറ്റു ജീവികളുള്ള സ്ഥലങ്ങൾ ഉണ്ടായിരിക്കാം. മരുഭൂമി പോലെ കാലിയായിട്ടുള്ള സ്ഥലങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞു വരുന്നത്, ഇത് വരുന്ന ഭാവിയിൽ ഇതൊക്കെ വെളിവാകുന്നതാണ്. കാരണം എന്തെന്നാൽ സത്യങ്ങൾ വെളിവാകുന്ന, യഥാർത്ഥങ്ങൾ പലതും പുറത്തേക്ക് വരുന്ന കാലമാണ് ഇനി വരുന്നത്. കാരണം സമയമായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഭൂമിക്കപ്പുറം നമ്മളെ പഠിപ്പിക്കപ്പെടാത്ത ഇഷ്ടം പോലെ വൻകരകളുണ്ട്. അതാണ് നമ്മൾ കാണുന്ന വൻകരയേക്കാളും കൂടുതലുള്ളതും. അവിടെ മനുഷ്യരും ഉണ്ട്, മറ്റു ജീവജാലങ്ങളും ഉണ്ട് എന്നുള്ള ഒരു വസ്തുതയിലേക്ക് ഒരു ചെറിയ സൂചന നൽകാനാണ് ഈ വീഡിയോ. മുന്നേയും നമ്മൾ ഇങ്ങനെയുള്ള സൂചന നൽകിയൊരു വീഡിയോ ചെയ്തിരുന്നു, വീണ്ടും അത് പറയേണ്ടതുണ്ട് എന്ന് തോന്നി. അപ്പോൾ ഏവർക്കും നമുക്കറിയാം, ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. അതായത് നമുക്കറിയാം, നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്ത ജീവികളെ പറ്റിയൊക്കെ പറയാറുണ്ട്. വേറെ ഡയമെൻഷനുള്ള, അല്ലെങ്കിൽ ഇവിടെ തന്നെയുള്ള നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാത്ത ജീവവർഗത്തെ പറ്റിയൊക്കെ. അതല്ല നമ്മൾ പറഞ്ഞത്. നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ കാണാവുന്ന, പ്രാഥമിക കാഴ്ചയിൽ തന്നെ കാണാവുന്ന, എന്നാൽ നമുക്ക് അന്യമായിട്ടുള്ള വൻകരയിൽ കിടക്കുന്ന മനുഷ്യരെ പറ്റിയും ജീവജാലങ്ങളെ പറ്റിയും ഭൂപ്രദേശത്തെ പറ്റിയുമാണ് നമ്മൾ പറഞ്ഞത്. തീർച്ചയായിട്ടും അവിടേക്ക് പോകുമ്പോൾ ഈ ഉന്നതരായിട്ടുള്ള ആളുകളുടെ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ എത്തിപ്പെടേണ്ടവർ മാത്രമാണ് എത്തിപ്പെടേണ്ടത് എന്നുള്ളത് അവർക്ക് ആത്മീയമായിട്ട് തന്നെ അവിടെ വെക്കാൻ കഴിയും. അങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മുടെ ഈ വൻകരകളിൽ തന്നെ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ആധുനികമായിട്ട് വികസിച്ച ഒരു മനുഷ്യരുള്ള സ്ഥലത്തേക്ക് തീർച്ചയായിട്ടും നമുക്ക് പോകാൻ കഴിയില്ല. അവിടെ നിന്ന് അക്രമങ്ങൾ ഉണ്ടായിട്ട് അവർ പോകാൻ സമ്മതിക്കില്ല. അതാണ് നമ്മൾ നേരത്തെ രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് വരെ വെറുതെ പോകാൻ കഴിയില്ല എന്നുള്ള ഉദാഹരണം പറഞ്ഞത്. അതുപോലെ തന്നെ പല കാര്യങ്ങളും ഇവിടെ ഭരണകൂടങ്ങളും അധികാരികളും രഹസ്യമാക്കി വെക്കുന്നുണ്ട് എന്നും നിങ്ങൾ അറിയുക. ഉന്നതരായിട്ടുള്ള മനുഷ്യരൊക്കെ ഉള്ള, ജീവികളൊക്കെ ഉള്ള സ്ഥലങ്ങളിലുള്ള ജീവികളുമായിട്ട്, മനുഷ്യരുമായിട്ടൊക്കെ തീർച്ചയായിട്ടും ഇവിടുത്തെ ഉന്നതർക്കും മഹത്തുക്കൾക്കും കോണ്ടാക്ട് ഉണ്ടാവും. അതേപോലെ കുരുട്ടുബുദ്ധികളായിട്ടുള്ള പൈശാചികരായിട്ടുള്ള ആളുകളോട് ഇവിടുത്തെ പൈശാചികർക്കും കോണ്ടാക്ട് ഉണ്ടാവും. ഒരുപക്ഷെ നമ്മുടെ ഭൂമിയിലേക്ക് വരുന്ന പറക്കും തളികകൾ നമ്മൾ അന്യഗ്രഹത്തിൽ നിന്ന് അല്ലെങ്കിൽ വേറെ ഇതിൽ നിന്ന് എന്ന് ചിന്തിക്കാതെ നമ്മുടെ ഭൂമിയോട് ചേർന്ന് കിടക്കുന്ന, നമുക്കറിയാത്ത വൻകരയിൽ നിന്നുള്ള പറക്കും തളികകളും ഇങ്ങോട്ട് വരുന്നുണ്ടാകും. അവർ ഇങ്ങോട്ട് തീർച്ചയായിട്ടും വന്ന് കാണേണ്ടവരെ കാണുന്നുമുണ്ടാകും എന്നും കൂടി പറഞ്ഞുകൊണ്ട്, ഇതും കൂടി ചേർത്തുകൊണ്ട് വീണ്ടും